പറയാതിരിക്കുവാൻ തീർക്കാൻ പോവാണ് 2 മാസം. DA തീർക്കുന്നത് എങ്ങനെയാണ്? 1 ഗഡു DA ആണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 6 ഗഡു DA കുടിശ്ശികയുള്ളപ്പോൾ 1 ഗഡു DA പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി റൂൾ 300 പ്രകാരം നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു കുടിശ്ശികയില്ലാതെ DA അനുവദിക്കുമെന്ന്. അതിൽ 1 ഗഡു DA ഫെബ്രുവരി മാസത്തിൽ അനുവദിക്കുമെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ബജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. 1 ഗഡു DA അനുവദിച്ചു. ഈ ബജറ്റിലൂടെ 1 ഗഡു DA കിട്ടിയതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്നാൽ അതിനുശേഷം പറഞ്ഞിട്ടുള്ള മുഴുവൻ DA കുടിശ്ശികയും അനുവദിക്കുമെന്ന് പറഞ്ഞെടുത്ത് അതിനുള്ള ഫണ്ട് ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ്റിനെ പ്രതികരിക്കുന്ന ആൾ ആ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഈ ബജറ്റ് പ്രൊവിഷനിൽ അത് പറയുന്നില്ല. തുക വകയിരുത്തിയ കാര്യം 1 ഗഡു DA അനുവദിച്ചതിന് മാത്രമേ തുക വകയിരുത്തിയിട്ടുള്ളൂ. മറ്റൊന്ന്, ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. ആരാണ് കമ്മീഷൻ? എന്താണ് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്? ഈ 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് തരണം എന്ന് പറയുന്നു. കേരളത്തിൽ ഇന്ന് വരെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ള ഒരു കമ്മീഷനും 7 മാസത്തിൽ കുറഞ്ഞ കാലയളവിൽ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടേ ഇല്ല. മുൻകാലങ്ങളിലെ പരിശോധിച്ച് നോക്കാം. ഒരു കമ്മീഷനും കഴിഞ്ഞിട്ടില്ല. കാരണം സങ്കീർണമായ വ്യത്യസ്തമായ 100-200 വകുപ്പുകളും അതിലെ ഉപവകുപ്പുകളും ചേർന്ന് ഒരുപാട് ജീവനക്കാരുടെ സങ്കീർണമായ ഇഷ്യൂസ് പരിശോധിച്ച് കണ്ടെത്തേണ്ട ശമ്പള പരിഷ്കരണം കേവലം 3 മാസത്തിനുള്ളിൽ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് പോലും നിശ്ചയിക്കാത്തൊരു ഘട്ടത്തിൽ, ആ കമ്മീഷന് വേണ്ടി ചെലവഴിക്കാൻ ഒരു തുക നിശ്ചയിച്ചിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ, ഒരു തുക നീക്കി വെച്ചിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ, അതിന് ഓഫീസ് കണ്ടെത്താത്ത ഘട്ടത്തിൽ, ഇത് എവിടെ പ്രവർത്തിക്കുമെന്ന് പറയാത്തൊരു ഘട്ടത്തിൽ എവിടെയാണ് 3 മാസത്തിനുള്ളിൽ, പ്രത്യേകിച്ചും 3 മാസം കഴിഞ്ഞ് വരുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു കമ്മീഷൻ ഇവിടെ പ്രവർത്തിക്കുകയും ആ കമ്മീഷൻ ഇത് പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുവാനോ ജീവനക്കാരുമായി ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലുള്ള ആളുകളുമായി ചർച്ച ചെയ്യുവാനോ അങ്ങനെ ഒരു ശമ്പള കമ്മീഷൻ ഉണ്ടായാൽ തന്നെ അവർക്ക് സമയം ലഭ്യമാകുമോ? അങ്ങനെ സമയം ലഭ്യമാകാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ആ ഒരു ശമ്പള കമ്മീഷൻ്റെ നടപടികൾ നടത്തിക്കൊണ്ടു പോകുവാൻ ഈ സർക്കാരിന് കഴിയും എന്നുള്ളത് മന്ത്രി ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വെറുതെ ജീവനക്കാരെ മോഹിപ്പിക്കുന്ന തരത്തിൽ ശമ്പള കമ്മീഷൻ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എവിടെ പ്രഖ്യാപിച്ചു? തൊട്ട് മുമ്പത്തെ 11ാം ശമ്പള പരിഷ്കരണം. മറ്റൊരു കാര്യം കൂടി നിഷാദ് ഞാൻ പറയാം. ഈ കേരള ചരിത്രത്തിൽ ശമ്പള പരിഷ്കരണം നടത്താതെ കടന്നു പോകുന്ന ഏക ഗവൺമെൻറ് ഇതാണ്. 2021 മുതൽ 26 വരെ ഭരിക്കുന്ന ഈ LDF ഗവൺമെൻറ് കാലത്ത് ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലായിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. തൊട്ട് മുമ്പത്തെ ആദ്യത്തെ LDF സർക്കാരിൻ്റെ കാലത്തും അതിനു മുമ്പ് VS അച്യുതാനന്ദൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തുമൊക്കെ ശമ്പള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ശമ്പള പരിഷ്കരണം പോലും നടത്തുവാൻ കഴിയാതെയാണ് 5 വർഷം കൊണ്ട് ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നത്.